വീടിന് ഐശ്വര്യവും ഭംഗിയും തരുന്ന ചെടികൾ വളർത്താൻ പൊതുവെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പൂക്കൾ ഭംഗിയും പോസിറ്റിവിറ്റിയും ഒക്കെ നൽകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില പൂക്കൾ വിഷാംശമുള്ളതാണെന്ന് പലർക്കും അറിയില്ല. അരളിപ്പൂവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട്. മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, കൃഷ്ണ എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഇപ്പോൾ സുലഭമായി കാണാൻ കഴിയുന്നു. അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കുമായി ഉപയോഗിക്കുന്നു. കരവീര, അശ്വഘ്ന, അശ്വമാരക, ഹയമാരക പേരുകളിൽ സംസ്കൃതത്തിലും കനേർ എന്ന് ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നു. വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം സുലഭമായി കാണുന്ന അരളിപ്പൂവ് ഒരു ജീവനെടുക്കാൻ മാത്രം വില്ലനാണോ? ആണെന്നതാണ് യാഥാർത്ഥ്യം. അരളിയുടെ ഒരു ഇല പോലും മരണത്തിന് കാരണമായേക്കാം. അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലുമെല്ലാം വിഷാംശമുണ്ട്. അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സസ്യമാണ്. പൂക്കളത്തിൽ മാത്രമല്ല, തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രത്തിലെ നിവേദ്യത്തിലും അരളി ഉണ്ടാകാറുണ്ട്. നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താൻ ഇടയുണ്ട്. എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ക്ഷേത്രങ്ങളിലും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കിയിട്ടുണ്ട്. തൃപ്രയ ക്ഷേത്രത്തിൽ നിന്ന് 10 വർഷം മുൻപ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കിയിരുന്നു. നോർത്ത് ആഫ്രിക്കയാണ് അരളിച്ചെടിയുടെ ഉത്ഭവം. നീരിയം ഒലിയാൻഡർ എന്ന ശാസ്ത്രനാമത്തിലാണ് ഈ കുറ്റിച്ചെടി അറിയപ്പെടുന്നത്. ഇതിലെ പാൽ പോലെയുള്ള ഒലിയാൻഡലിൻ എന്ന രാസവസ്തു ശരീരത്തിലെത്തിയാൽ ഛർദിയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകും. മാത്രമല്ല, ഇത് ഹൈപ്പോടെൻഷൻ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഏത് ചെടിയെ കണ്ടാലും അത് പറിച്ചെടുത്ത് ഒന്നെങ്കിൽ വായിലേക്കിടുന്ന അല്ലെങ്കിൽ കീറിക്കളയുന്ന കൂട്ടുകാരെയോ പരിചയക്കാരെയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അത്തരം ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവൻ നഷ്ടമാകാതെ സൂക്ഷിക്കാം.